അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകൾ, ഇന്ന് പറയുന്നത് പ്രവാസികളുടെ ഭാര്യമാരെ കുറിച്ചാണ്. പ്രവാസികൾ ശ്രദ്ധിക്കണം അവരുടെ ഭാര്യമാരെ കുറിച്ച്. നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 35 അല്ലെങ്കിൽ 45 വയസ്സുള്ള സ്ത്രീകൾ, പ്രവാസിമാരുടെ ഭാര്യമാർ, അവർ പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തുകയാണ്. എന്ന് പറഞ്ഞാൽ വയസ്സായ ആ ഒരു മൈൻഡിലേക്കും അല്ലെങ്കിൽ അവരുടെ ശരീരമൊക്കെ ശുഷ്കിച്ചു പോവുകയാണെന്നതാണ്. അവർക്ക് ഒന്നിനും കഴിയുന്നില്ല എന്ന പരാതികൾ ഒരുപാട് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒന്നാമത്, അവരുടെ മക്കളുടെ കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് തന്നെ മാനേജ് ചെയ്യും. വീട്ടിലെ കാര്യങ്ങൾ അവർ സ്വന്തമായി മാനേജ് ചെയ്യും. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓവറായിക്കൊണ്ട് ഒരു കാര്യം നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി ടെൻഷൻ വന്ന് മറ്റ് രോഗങ്ങളൊക്കെ വന്നുകൂടുമ്പോൾ നാം തന്നെ ക്ഷയിച്ചു പോവുകയാണ്. ഇങ്ങനത്തെ ഒരുപാട് 35 45 വയസ്സുള്ള ഇടയിലുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. ഇതെങ്ങനെ ആ സമയം അവർ വരുന്നു ചോദിച്ചാൽ, തന്റെ ഭർത്താവ് ജോലിക്ക് വേണ്ടി പുറത്തുപോയി വീട് മൊത്തം ഭരിക്കുന്നതും വീട്ടിലെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, പഠിപ്പുകൾ, കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ പ്രവാസിയുടെ ഭാര്യയാണ്. ഇവർക്ക് ഇങ്ങനെ ഒരു സംഭവം വരാതിരിക്കാൻ വേണ്ടി ഇതിനെ പൂർണ്ണമായും ട്രീറ്റ്മെന്റ് നൽകേണ്ടത് അത് ഭർത്താക്കന്മാരാണ് എന്നതാണ്. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, പ്രവാസികളായ ഭർത്താക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ നാട്ടിലുള്ള ഭാര്യമാരെ നിങ്ങൾ വേണ്ടതുപോലെ കെയർ ചെയ്യണം. നിങ്ങൾ ക്യാഷ് അയച്ചു കൊടുക്കുന്നത് ശരിയാണ്. ക്യാഷ് അയച്ചു കൊടുത്തത് കൊണ്ട് മാത്രം നമുക്ക് സന്തോഷം ലഭിക്കുകയില്ല. സന്തോഷം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ക്യാഷ് അയച്ചു കൊടുക്കുകയും നമ്മുടെ വീട്ടിലെ ഭാര്യമാരുടെയും മക്കളുടെയും വിശേഷങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ അപ്പോൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുള്ള ലൈഫ് നമുക്ക് കിട്ടും. ഒരു ഉദാഹരണം പറയാം. ഭർത്താക്കന്മാർ ഭാര്യയെ വിളിക്കുന്ന സമയത്ത് നമുക്കറിയാം, ഭാര്യമാർ സ്വാഭാവികമായും അവരുടെ വീട്ടിലെ വിശേഷങ്ങൾ പറയാറുണ്ട്. ഒരുപാട് പരാതികൾ അയച്ചു വിടാറുണ്ട്. ആ പരാതികൾ കേൾക്കാൻ ഭർത്താക്കന്മാർ അതിന് ചെവി കൊടുക്കില്ല എന്നതാണ്. കാരണം അവര് കൃത്യമായി ജോലി ചെയ്ത് വളരെ ക്ഷീണിച്ചുകൊണ്ട് റൂമിൽ വന്നു കഴിഞ്ഞാൽ അവര് വീട്ടിലേക്കൊന്ന് വിളിക്കുമ്പോൾ കേൾക്കുന്നത് എന്താണ്? ഈ പരാതികളാണ്. ഈ പരാതി കേൾക്കുമ്പോൾ ഫോൺ വിളിക്കേണ്ടില്ലായിരുന്നു എന്ന് പോലും ചിന്തിക്കും. പക്ഷേ ഭാര്യമാരോട് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ വിഷമങ്ങൾ ഉണ്ട് എന്ന് കരുതി നിങ്ങൾ എല്ലാം അവരോട് തുറന്നു പറയരുത്. അവരുടെ സിറ്റുവേഷനും നാം മനസ്സിലാക്കണം. ഭർത്താക്കന്മാർ ഭാര്യമാരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കണം. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഭാര്യ ഈ വിഷയങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കുക, എൻ്റെ മക്കളെ, എൻ്റെ വീട്, എൻ്റെ വീട്ടിലെ രക്ഷിതാക്കളെ, ഇവരെയൊക്കെ എൻ്റെ ഭാര്യ വേണ്ടതുപോലെ കെയർ ചെയ്യുന്നുണ്ട്, അവരെ പരിപാലിക്കുന്നുണ്ട് എന്ന ചിന്തയോട് കൂടെ ഭർത്താവ് സംസാരിക്കുമ്പോൾ ഭാര്യക്ക് സന്തോഷം ലഭിക്കും. എന്നാൽ ഭാര്യ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇവിടത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വിളിച്ച് അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം രാവിലെ ഭക്ഷണമൊന്നും ഇല്ലാതെ ജോലി കഴിഞ്ഞ് റൂമിലെത്തിയതിന് ശേഷമാണല്ലോ എന്നെ വിളിക്കുന്നത്. ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് എന്നെ വിളിക്കുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ പരാതികളെല്ലാം അയച്ചു വിടുക എന്ന് പറഞ്ഞാൽ അതും ശരിയുള്ള കാര്യമല്ല എന്ന് ഭാര്യ മനസ്സിലാക്കിക്കൊണ്ട് സംസാരിക്കുകയാണെങ്കിലോ ഒരു പ്രശ്നവും ഇല്ല എന്നതാണ്. പരമാവധി കുറച്ചു കാലം ജോലി ചെയ്ത് പിന്നെ നാട്ടിലേക്ക് എത്തുക എന്നതാണ്. നമുക്ക് വേണ്ട സമ്പാദ്യം ഉണ്ടാക്കുക, എന്നിട്ട് നാട്ടിലേക്ക് വരിക, ഭാര്യയുടെയും മക്കളുടെയും കൂടെ ജീവിക്കുക എന്നതാണ്. അതിലാണ് ഏറ്റവും നല്ല സന്തോഷമുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് പറയാനുള്ളത്, പ്രവാസി ഭർത്താക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ നല്ലൊരു കെയറിങ് നിങ്ങളുടെ ഭാര്യമാർക്ക് നൽകണം. എന്നാൽ അവർ യുവത്വത്തിലെ വാർദ്ധക്യത്തിലേക്ക് എത്താത്ത രീതിയിലേക്ക് എത്തും. എന്നാൽ അവർ യുവത്വത്തിലെ എന്താവുകയില്ല, വയസ്സന്മാരായി പോവില്ല. വയസ്സന്മാരായി പോവില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം ആരോഗ്യമില്ലാത്ത രീതിയിലേക്ക് എത്തുകയില്ല എന്നതാണ് പറയുന്നത്. നിങ്ങളുടെ വീടിനെ മൊത്തം മാനേജ് ചെയ്യുന്നത്, നിങ്ങളുടെ മക്കളെ മാനേജ് ചെയ്യുന്നത് ഈ പ്രിയപ്പെട്ട ഭാര്യയാണ്. അത് നാം ഒരിക്കലും മറക്കാതെ പോകരുത്. അതുപോലെ തന്നെയാണ് നാം ഒരിക്കലും നമ്മുടെ ഭാര്യമാർക്ക് ആരുമില്ല എന്നത് തോന്നിപ്പിക്കരുത്. ഒരിക്കലും ഭാര്യക്ക് തോന്നരുത്, പടച്ചോനെ ഞാൻ മാത്രമേ ഉള്ളൂ, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ മാത്രമാണല്ലോ ഉള്ളത്, ഇന്ന് ആരും സഹായിക്കാനില്ല, എൻ്റെ വിഷയങ്ങൾ കേൾക്കാൻ ആരുമില്ല എന്നൊരു ചിന്ത ഭാര്യക്ക് തോന്നാതിരിക്കുന്ന രീതിയിൽ അവളെ നാം കെയർ ചെയ്യണം. അവളെ ഇടയ്ക്ക് വിളിച്ചു നോക്കണം. ഭാര്യ എന്ത് ചെയ്യണം? ഇടയ്ക്ക് ഭർത്താവിനെ വിളിച്ചു നോക്കണം. അപ്പൊ പരസ്പരം എന്ത് ചെയ്യും? മനസ്സുകൾ യോജിച്ചു പോകുമ്പോൾ എനിക്ക് അവളുണ്ട്, അവൾ എനിക്കുണ്ട് എന്നൊരു രീതിയിലേക്ക് എത്തുമ്പോഴാണ് ലൈഫ് സന്തോഷമാവുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രവാസികളായ ഭർത്താക്കന്മാർ അവരുടെ ഭാര്യമാരെയും പ്രവാസ ലോകം ഒന്ന് കാണിച്ചു കൊടുക്കണം.
അപ്പോഴല്ലേ പ്രവാസ ലോകത്തിന്റെ ആ ഇത്രയും വലിയ വലിയ മധുരമുള്ളതായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും വലിയ കയ്പുള്ളതായിരുന്നു പ്രവാസ ജീവിതം എന്നൊക്കെ മനസ്സിലാക്കുക. നിങ്ങള് നിങ്ങളുടെ ഭാര്യയെ ഇടയ്ക്ക് എന്ത് ചെയ്യണം, ഒന്ന് പ്രവാസ ലോകത്തേക്ക് ഒന്ന് കൊണ്ടുപോകണം. അപ്പോൾ മനസ്സിലാവും എന്റെ ഭർത്താവ് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരുന്നല്ലോ ഇവിടെ ജീവിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഭാര്യക്കും ഭർത്താവിനോട് സ്നേഹം കൂടും. അങ്ങനെ ചെയ്യണം. ഭർത്താക്കന്മാർ എന്ത് ചെയ്യണം, ഭാര്യമാരെ ഇടയ്ക്ക് ഒന്ന് വിസിറ്റിന് പോയി കൊണ്ടുവരിക. അവർ മനസ്സിലാക്കണ്ടേ ത്യാഗം. അല്ലെങ്കിൽ ചില ആളുകളുടെ സൗകര്യങ്ങളുണ്ട്. എങ്ങനെ പ്രവാസ ലോകത്ത് വലിയ സൗകര്യത്തോടു കൂടി ജീവിക്കുന്നതും ജോലി ചെയ്യുന്നവരുണ്ട്. നാട്ടിൽ വളരെയധികം ബുദ്ധിമുട്ടായി ജീവിക്കുന്ന ഭാര്യമാരുണ്ടാവും. അപ്പൊ അവരെ ഇടയ്ക്ക് മനസ്സൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുക, പ്രവാസ ലോകത്തേക്ക് കൊണ്ടുപോവുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് എന്ത് ചെയ്യും, നല്ല സന്തോഷത്തിലേക്ക് എത്തുമെന്നതാണ്. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, പെട്ടെന്ന് വയസ്സായി പോകുന്ന അല്ലെങ്കിൽ ആരോഗ്യം ശേഷി കുറഞ്ഞു പോകുന്ന പ്രവാസികളായ ഭർത്താക്കന്മാരുടെ ഭാര്യമാരെ നിങ്ങൾ കെയർ ചെയ്യേണ്ടത് നല്ല രീതിയിൽ കോൾ ചെയ്യുക, നല്ല രീതിയിൽ സംസാരിക്കുക, അവൾക്ക് ഞാനുണ്ട് എന്ന രീതിയിൽ സംസാരിക്കുക. മുഴുവൻ സമയത്തും അവളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവളുടെ മക്കളുടെ കാര്യങ്ങൾ, രക്ഷിതാക്കളുടെ കാര്യങ്ങൾ അതൊക്കെ അന്വേഷിക്കുക. എന്നിട്ട് നല്ല രീതിയിലുള്ള ഒരു സുഖജീവിതം നയിക്കണമെങ്കിൽ മനസ്സ് തമ്മിൽ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴേ നമ്മുടെ നല്ല സുഖജീവിതം നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു താല അതിന് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.